പ്രിയമുള്ളവരെ, യേശു ശിഷ്യനായ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ഓർമ്മയിൽ തട്ടുപാറ 40-ാം വെള്ളി ആഘോഷത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. മഞ്ഞപ്ര പരിസരത്ത് മലയാറ്റൂർ മഴയുടെ അടിവാരത്ത് താഴ്വാരങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന തട്ടുപാറ കുരിശുമല, അത് 40-ാം വെള്ളി ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ചയും അതിനുശേഷം ഏപ്രിൽ 23, 24, 25 തീയതികളിലായിട്ട് തട്ടുപാറയിൽ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു. 26-ാം തീയതി തട്ടുപാറ ആ പള്ളി എറണാകുളം മെത്രാപ്പൊലീത്ത ആയിരുന്ന കണ്ടത്തിൽ മാർ അഗസ്തീനോസ് മെത്രാപ്പൊലീത്ത അവിടെ പണ്ടുകാലത്ത് 1925 ഏപ്രിൽ 13-ാം തീയതി പള്ളി വെഞ്ചരിച്ചതിൻ്റെ ഓർമ്മ ജൂബിലി ആഘോഷങ്ങൾ നടത്തുകയാണ്. ഏപ്രിൽ 26-ാം തീയതി. ഏപ്രിൽ 27-ാം തീയതിയാണ് തട്ടുപാറ തിരുനാൾ ആഘോഷം നടക്കുന്നത്, പുതുഞായർ തിരുനാൾ ആഘോഷം. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള തട്ടുപാറ മലയുടെ, അതുപോലെ തോമാസ് ശ്ലീഹ വിശ്രമിച്ചു എന്ന് കരുതുന്ന ഗുഹ സ്ഥിതി ചെയ്യുന്ന തട്ടുപാറ മലയിലേക്ക് ഓരോ ദിവസവും അനേകം ആളുകളാണ് തീർത്ഥാടകരായി എത്തിക്കൊണ്ടിരിക്കുന്നത്. മാർ തോമാസ് ശ്ലീഹായുടെ ഓർമ്മയിൽ മലയാറ്റൂർ മല കയറാൻ സാധിക്കാത്തവർക്കും കയറാവുന്ന വിധത്തിൽ ചെറിയ ഒരു മലയും കുരിശിൻ്റെ വഴിയുമെല്ലാമുള്ള തട്ടുപാറ മലയിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ക്രിസ്തു ശിഷ്യനായ തോമാസ് ശ്ലീഹായോട് ചേർന്ന് നമുക്കും ഈ വലിയ ആഴ്ചയിൽ തട്ടുപാറയിലെത്തി ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും അനുസ്മരിക്കാനായിട്ട്, ആ പീഡാസഹനങ്ങളിലൊക്കെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ നേടാനും എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 10-ാം വെള്ളിയാഴ്ച വൈകിട്ട് 5:30 മുരിങ്ങാടത്തുപാറ അടിവാരം കപ്പേളയിൽ നിന്ന് കുരിശിൻ്റെ വഴി ആരംഭിച്ചുകൊണ്ട് തട്ടുപാറ കുരിശുമലയിലേക്ക് കുരിശിൻ്റെ വഴി നടത്തുകയും തട്ടുപാറയിൽ എത്തിച്ചേർന്നതിന് ശേഷം അവിടെ ദിവ്യബലിയും തിരുവചന സന്ദേശവും അതിനുശേഷം നേർച്ച കഞ്ഞിയും ഉണ്ടായിരിക്കും. അതാണ് 40-ാം വെള്ളിയുടെ ആഘോഷങ്ങൾ. ദുഃഖവെള്ളിയാഴ്ച 4:30 മേരിഗിരി പള്ളിയിൽ നിന്ന് തട്ടുപാറ പള്ളിയിലേക്ക് കുരിശിൻ്റെ വഴി ആരംഭിക്കും. വൈകുന്നേരം തട്ടുപാറയിലെത്തി കുരിശിൻ്റെ വഴി പീഡാനുഭവ സന്ദേശത്തോടു കൂടി പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടി ദുഃഖവെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ അവസാനിക്കും. തട്ടുപാറ പുതുഞായർ തിരുനാൾ ഏപ്രിൽ 27-ാം തീയതി നടക്കുകയാണ്. അന്നേ ദിവസം വളരെയധികം ഭക്തജനങ്ങൾ തട്ടുപാറ മലയിൽ എത്തിച്ചേരുകയും തിരുനാളിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. തിരുനാൾ സന്ദേശത്തിന് ശേഷം, തിരുനാൾ കുർബാനയ്ക്കും സന്ദേശത്തിന് ശേഷം നേർച്ചകഞ്ഞി വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. തട്ടുപാറയിൽ സന്ദർശിക്കുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മളെപ്പോഴും വളരെ ശുചിത്വമായി തട്ടുപാറ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. അതുപോലെ തന്നെ പാറയുടെ സൈഡുകളിലും മറ്റും അപകടകരമായ മേഖലകളിൽ പോകാതിരിക്കുക. അവിടെ കൊച്ചുകുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും നല്ലൊരു തിരുനാൾ ആശംസകൾ നേരുന്നു. പാറയിലേക്ക് മല കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വാഹനം മേരിഗിരി കൂടി കറങ്ങി ഇടമലയാർ കനാലിൻ്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് വാഹനം എത്തിച്ചേരുന്നതാണ്. മുകളിൽ തന്നെ പാർക്ക് ചെയ്യാൻ സൗകര്യങ്ങളുമുണ്ട്. വിശാലമായ പാറയിൽ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാം, അതിനുള്ള സൗകര്യങ്ങളുകൂടിയുണ്ട്. പിന്നെ പെരുന്നാളിന് വരുന്നവർക്ക്, ധ്യാനത്തിനും വരുന്നവർക്ക് വണ്ടി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ സൗകര്യം, താഴത്ത് വണ്ടി സൗകര്യം ഉണ്ടാവും. അവ കയറാൻ പറ്റാത്തവർക്ക് എല്ലാവർക്കും വാഹന സൗകര്യമുണ്ട്. അതുപോലെ തന്നെ തോമാസ് ശ്ലീഹയുടെ മരത്തിൽ തീർത്ത രൂപമാണ്, 100 കൊല്ലം മുന്ന് പഴക്കമുള്ള മരത്തിൽ തീർത്ത രൂപമാണ്. അത്രയും പുരാതന രൂപക്കൂടും ഇതെല്ലാം ഇത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗുഹ, തോമാസ് ശ്ലീഹ വിശ്രമിച്ച ഗുഹയുണ്ട് തട്ടുപാറയിൽ. ഏവർക്കും എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യും.